അരുൺകുമാർ, ഇപ്പോൾ നോക്കൂ, ഈ ഒരു യാഥാർത്ഥ്യങ്ങളുടെ ഒരു വലിയ നീണ്ട നിര അതാ ഒരു ഇരുണ്ട കാലഘട്ടവുമായി താരതമ്യം ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഇവിടെ വാ അടച്ചു പോകുന്നത്, അല്ലെങ്കിൽ ഈ പുതുയുഗ യാത്രയുടെ പേരിൽ കേരളത്തിൽ ഉടനീളം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന കള്ളങ്ങളുടെ ആ ഒരു കോട്ട തകർന്നു വീഴുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇന്നലെ പോലും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കേരളത്തിൽ KSRTC തകരുന്നു, സപ്ലൈകോ തകരുന്നു എന്നുള്ളതാണ്. എന്നാൽ യാഥാർത്ഥ്യം എന്ത് എന്നുള്ളതാണ് ഇന്നത്തെ മാധ്യമങ്ങളിലൂടെ, ഈ ഒരു ഫ്രണ്ട് പേജുകളിലൂടെ കേരളത്തിലെ സമൂഹം ഒരിക്കൽ കൂടി ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടന്ന ഭരണത്തിന്റെ ഗുണഫലങ്ങൾ ജനങ്ങൾ കൃത്യമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങൾ ചർച്ച ചെയ്യാത്ത വിധം നുണപ്രചരണങ്ങളും വ്യാജ വാർത്തകളുമായി UDF-ന്റെ നേതാക്കന്മാർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ നാം കാണുകയാണ്. അതുകൊണ്ട് സത്യസന്ധമായിട്ടുള്ള നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നതാണ് കഴിഞ്ഞ 10 വർഷം മുമ്പുള്ള കേരളത്തെ ഇപ്പോഴത്തെ കേരളവുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വിദ്യാഭ്യാസ മേഖലയിൽ, അതുപോലെ ആരോഗ്യ മേഖലയിൽ, കാർഷിക രംഗത്ത്, സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ, വിത്ത് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ കാര്യത്തിൽ, ഉന്നത വിദ്യാഭ്യാസത്തെ നേട്ടത്തിന്റെ കാര്യത്തിലെല്ലാം ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ കൃത്യമായി പ്രതിഫലിപ്പിക്കുകയാണ്. ഇപ്പൊ KSRTC-യുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം നമ്മൾ നേരിട്ട് കാണുന്ന മാറ്റം, ആ മാറ്റം ജനങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് UDF ഈ വ്യാജ പ്രചരണം, നുണപ്രചരണങ്ങളുടെ പുറകിൽ പോയിട്ടുള്ളത്. ഏതായാലും ഇന്ന് മാധ്യമങ്ങൾ വളരെ ഗൗരവത്തോടെ തന്നെ അത് ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ഇരുണ്ട യുഗം, 10 വർഷം മുമ്പുള്ള ഇരുണ്ട യുഗം ഇനിയും കേരളത്തിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ടോ എന്നൊരു ചോദ്യവും ജനങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 1 മാസം മുമ്പ് UDF-ന്റെ കൺവീനർ MM ഹസൻ പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചത് UDF അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടും, UDF അധികാരത്തിൽ വന്നാൽ പൊതുവിദ്യാഭ്യാസത്തെ അവസാനിപ്പിക്കും, UDF അധികാരത്തിൽ വന്നാൽ ആദരം പദ്ധതി അവസാനിപ്പിക്കും, UDF അധികാരത്തിൽ വന്നാൽ കേരള ബാങ്ക് പിരിച്ചുവിടും എന്നതുൾപ്പെടെ അന്ന് ഏറ്റവും സജീവമായി ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ തകർക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചപ്പോഴാണ് ചരിത്രത്തിലാദ്യമായി LDF-ന് ഭരണ തുടർച്ച കൊടുക്കുകയും UDF-ന് പ്രതിപക്ഷ തുടർച്ച കൊടുക്കുകയും കേരളത്തിലെ ജനങ്ങൾ ചെയ്തത്. ഇപ്പോഴും തുരങ്കപാത ഞങ്ങൾ അനുവദിക്കില്ല, ദേശീയപാത കമ്മീഷൻ ചെയ്യാമെന്ന് പിണറായി വിജയൻ വിചാരിക്കേണ്ടതില്ല, അതുപോലെ തന്നെ തീരദേശ ഹൈവേ, മലയോര ഹൈവേ ഞങ്ങൾ എതിർക്കും, കപ്പൽ പോയിട്ടൊരു ബോട്ട് പോലും വിഴിഞ്ഞത്ത് എത്തില്ല എന്നതടക്കം എല്ലാ വൻകിട വികസന പ്രവർത്തനങ്ങളെയും തകർക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള ശ്രമം UDF നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അത്തരത്തിലുള്ള ശ്രമങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് സമയബന്ധിതമായി വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുകയാണ് ഗവൺമെന്റ്. ഇപ്പൊ ഒരു ദിവസം 133 പേർക്ക് വീട്, അടച്ചുറപ്പുള്ള വീടിന്റെ താക്കോൽ കൈമാറുന്ന ഈ ലോകത്തെ തന്നെ ഏക പ്രദേശമാണ് കേരളം. ഒരു ദിവസം 120 പേർക്ക് പട്ടയം കൊടുത്ത് ഭൂമിയുടെ ഉടമസ്ഥന്മാരാക്കി മാറ്റുന്ന നാടാണ് കേരളം. ഒരു ദിവസം 87 പേർക്ക് സർക്കാർ ജോലി കൊടുക്കുന്ന നാടാണ് കേരളം. അത്തരത്തിൽ ഓരോ മേഖലയും എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോഴത്തെ കേരളത്തെയും 10 വർഷം മുമ്പുള്ള കേരളത്തെയും താരതമ്യപ്പെടുത്തി നോക്കിയാൽ കൃത്യമായി ജനങ്ങൾക്ക് ഈ മാറ്റം നന്നായി തന്നെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് അത്തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വരട്ടെ, നുണപ്രചരണവും വ്യാജപ്രചരണവും എല്ലാം അവസാനിക്കട്ടെ. ജനങ്ങളുടെ മുന്നിലുള്ള ഈ യാഥാർത്ഥ്യങ്ങൾ, ആ 10 വർഷത്തെ ഇടവേളയ്ക്ക് മുമ്പും പിമ്പുമുള്ള ഈ യാഥാർത്ഥ്യങ്ങൾ സജീവമായിട്ട് എല്ലാവരും ചർച്ച ചെയ്യട്ടെ എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്.